പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മിശിഹായുടെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകളും അഭിവാദനങ്ങളും നേരുകയാണ്. കൊറോണ വൈറസിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ നമ്മൾ. ധാരാളം രോഗികളും നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ കാര്യമൊക്കെ നമുക്കറിയാം. നമുക്ക് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ ദേവാലയങ്ങളൊക്കെ തുറന്നു വരികയാണ്. സ്കൂളുകളും കോളേജുകളും എല്ലാം ഇപ്പോഴും അടഞ്ഞു തന്നെ കിടക്കുന്നു. എങ്കിലും നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ടെന്ന് വിവരവും നമുക്കറിയാം. നമുക്കും നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഓൺലൈനിലൂടെ മതബോധന ക്ലാസ്സുകൾ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ടുള്ള ചില പരിപാടികൾ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഇതിനോടകം തന്നെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മതബോധന കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലുള്ള എല്ലാ മതബോധന ഡയറക്ടർമാരെയും വിളിച്ചുകൂട്ടി കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ചില രൂപതകളിലൊക്കെ ഇതിനോടകം തന്നെ ഓൺലൈൻ മുഖേനയുള്ള ക്ലാസ്സുകൾ തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ മതബോധന കേന്ദ്രവും ഒപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശാലോം ടിവിയും സംയുക്തമായിട്ട് നമ്മുടെ വിശ്വാസ പരിസ്ഥിതിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അതിനായിട്ട് പ്രഗത്ഭരായ അധ്യാപകർ ഇതിനോടകം തന്നെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നതിനായിട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ഷൂട്ട് ചെയ്ത് നമ്മുടെ ശാലോം ടി വിയിൽ നിന്ന് യഥാസമയത്ത് നിങ്ങളിലേക്ക് ഇത് എത്തുന്നതാണ്. ഞാൻ ഈ അവസരത്തിൽ ശാലോം ടി വിക്കും ഒപ്പം നമ്മുടെ മതബോധന കേന്ദ്രത്തിൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്, കൃതജ്ഞത പറയുകയാണ്. കാരണം ശാലോം ടി വിയിലൂടെ ഇത് വരുമ്പോൾ ധാരാളം പേർക്ക് ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ശ്രവിക്കുവാനും സാധിക്കും. കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇത് പങ്കുചേരാൻ സാധിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ പരിശീലനം നൽകുക എന്നുള്ളത് നമ്മുടെ അവകാശവും ഒപ്പം നമ്മുടെ കടമയുമാണ്. നമ്മുടെ അവകാശമാണ്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് അവകാശമാണ്, ഒപ്പം നമ്മുടെ കടമയുമാണ്. അപ്പോൾ ഈ ക്ലാസ്സുകളൊക്കെ ടി വിയിലൂടെ വരുമ്പോൾ മാതാപിതാക്കളും കുഞ്ഞുങ്ങളോട് ചേർന്ന് നിൽക്കണം. അവരെ ആ സമയം കണ്ടെത്തി അതിനായിട്ട് പ്രോത്സാഹിപ്പിക്കണം നിങ്ങൾ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളതിൽ തന്നെ വന്ന് കൂടണമെന്നില്ല. പക്ഷേ ഇത് നമുക്ക് ഏറെ ഉപകാരപ്രദമായിരിക്കും, നമ്മുടെയും അവരുടെയും വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിനും വളർത്തിയെടുക്കുന്നതിനും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ക്ലാസ്സിലെത്തുന്നവരെയും ഇതിൽ പങ്കെടുക്കാൻ വരുന്ന കുട്ടികളെയും കുട്ടികളോടൊപ്പം നിൽക്കുന്ന മാതാപിതാക്കളെയും എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു. നല്ല യേശോ തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ഈ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നമ്മുടെ മതബോധന ക്ലാസ്സുകൾ ഇപ്പോൾ ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് ടീച്ചറിന് അറിയാം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ഒരു വർഷക്കാലം മുഴുവനും ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കൈകൾ കൂപ്പി കണ്ണടച്ച് സിസ്റ്ററിനോട് ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയെ, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ വർഷം 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കൂട്ടുകാർക്കറിയാം, അതെ, രാജാതിരാജനായ സർവശക്തനായ എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ പൊന്നീശോ ഒരപ്പത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോകുന്ന ഒരു വർഷമാണ്. നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണ്ടേ? നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഈ ഒരു വർഷം മുഴുവനും നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. പല വിശുദ്ധരും ഇങ്ങനെ ചെറുപ്പം മുതലേ ഈശോയെ സ്വീകരിക്കാൻ ഒരുപാട് പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ കേരളക്കരയിൽ ജീവിച്ചിരുന്ന
വിശുദ്ധ മറിയം ത്രേസ്യ കുഞ്ഞുനാളിൽ ഈശോയെ എത്ര സ്നേഹത്തോടെ സ്വീകരിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ വീഡിയോ നമുക്കിപ്പോൾ കാണാം. ഈശോയെ ആ അപ്പത്തിൻ്റെ രൂപത്തിൽ കണ്ട് വിശുദ്ധ മറിയം ത്രേസ്യ കുഞ്ഞായിരിക്കുമ്പോൾ ഇത്ര സ്നേഹത്തോടെയാണല്ലോ ഈശോയെ സ്വീകരിച്ചത്. നമുക്കും അതുപോലെ ഈശോയെ സ്നേഹിച്ച് ഉള്ളിലേക്ക് സ്വീകരിക്കാൻ പ്രാർത്ഥിച്ചൊരുങ്ങണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു പാഠപുസ്തകമാണ് നമ്മുടെ 4ാം ക്ലാസ്സിലെ പാഠപുസ്തകം. ഈ പാഠപുസ്തകത്തിൻ്റെ പേരെന്താണ്? ജീവൻ്റെ നീർച്ചാലുകൾ. ഈ പാഠപുസ്തകം പഠിച്ചു കഴിയുമ്പോഴേക്കും ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. 1ാമത്തെ പാഠത്തിൻ്റെ പേരാണ് ഈശോ ജീവൻ്റെ ഉറവിടം. ഈശോ ജീവൻ്റെ ഉറവിടം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയാണ് ജീവൻ്റെ ഉറവിടം. ഈ പാഠം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പാഠത്തിൽ എന്താണ് ഉൾച്ചേർന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി സിസ്റ്റർ ഒരു ഉദാഹരണം പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ പപ്പായും മമ്മിയും ഒക്കെ നമ്മുടെ കൃഷിത്തോട്ടത്തിലെയും നമ്മുടെ ചെടിത്തോട്ടത്തിലെയും ഒക്കെ ചെടികൾ ഇങ്ങനെ മുറിച്ചു വിടുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനായിരിക്കും ഇങ്ങനെ മുറിച്ചു വിടുന്നത്? അതിൻ്റെ ശിഖരങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് കളയുന്നത് എന്തിനാണ്? നിങ്ങൾക്കറിയാം, അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കാൻ. അപ്പം ഇങ്ങനെ മുറിക്കുമ്പോൾ ചെടിക്ക് വേദന എടുക്കുമോ? വേദന എടുക്കും. എന്താ? അത് ആ ചെടിയിൽ നിന്ന് വേർപെട്ട് പോവുക ചെയ്യുന്നത് അല്ലേ? അതിനെ മുറിച്ച് ആ ചെടിയെ കൂടുതൽ ഫലമുളവാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെട്ടിക്കളയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഈ ചിത്രത്തിൽ 4 തരം മരങ്ങളുണ്ട്. 1ാമത്തെ മരം ഒരു ഓറഞ്ച് മരം, 2ാമത്തെ ഒരു തെങ്ങ്, 3ാമത്തെ ഒരു മുന്തിരിച്ചെടി, 4ാമതോ ഒരു ആപ്പിൾ ചെടി. ഈ 4 മരങ്ങളിൽ ഒരു മരത്തിൻ്റെ ചില്ലകൾ വെട്ടിയൊരുക്കുന്നതിനെ കുറിച്ച് ഈശോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ നിങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം എടുത്തു നോക്കിയാൽ ഈ മരം ഏത് മരം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടികളൊന്ന് പറഞ്ഞേ, ഏത് മരമാണ്? മുന്തിരിച്ചെടി. ഈ 4 മരങ്ങളിൽ ഈശോ വെട്ടിയൊരുക്കലിനെ കുറിച്ച് പറഞ്ഞത് മുന്തിരിച്ചെടിയെ കുറിച്ചാണ്. അപ്പോൾ ഈശോയും ശിഷ്യന്മാരും ഒരു മുന്തിരിത്തോട്ടത്തിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. നിങ്ങളതൊന്ന് ഭാവനയിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട്, ഇങ്ങോട്ട് നോക്കിയേ. ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഈശോ പറയുകയാണ്, ശിഷ്യന്മാരെ, എൻ്റെ കൂട്ടുകാരെ, ഞാനാണ് മുന്തിരിച്ചെടി.
എൻ്റെ പിതാവാണ് കൃഷിക്കാരൻ. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. ഫലം തരുന്നതിനെയോ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. എന്താ ഈശോ പറഞ്ഞേ? നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഗ്രന്ഥത്തില് ബൈബിള് തുറന്നു നോക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളിൽ പറയുകയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനും ആണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ കായ്ക്കാനായി ഫലം നൽകുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുന്നു. ഈ വെട്ടിയൊരുക്കൽ സംഭവിക്കുമ്പോൾ വേദന എടുക്കും അല്ലേ? അപ്പം നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിലും ഈശോ ചില വെട്ടിയൊരുക്കലുകൾ നടത്തും. എന്തിനാണ്? ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്, ഈശോയ്ക്ക് നമ്മളോട് പ്രതീക്ഷയുണ്ട്, ഈശോയ്ക്ക് നമ്മളിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്യും? ചില വെട്ടിയൊരുക്കലുകൾ, അതായത് വെട്ടിയൊരുക്കുമ്പോൾ വേദന എടുക്കും. അതുപോലെ വെട്ടിയൊരുക്കപ്പെടുമ്പോൾ നമുക്ക് സഹനങ്ങളുണ്ടാകും. ഈ സഹനങ്ങളിലൂടെ ജീവിതത്തിൽ സഹനങ്ങൾ അനുഭവപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളും കൂടുതൽ ഫലം കായ്ക്കാനായി വെട്ടിയൊരുക്കപ്പെടുകയാണ്. അപ്പോൾ പപ്പായ്ക്കും മമ്മിക്കും വീട്ടിൽ ചേട്ടനും ചേച്ചിക്കൊക്കെ ഇങ്ങനെ സങ്കടങ്ങളും വേദനകളും അല്ലെങ്കിൽ അവരിങ്ങനെ സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കൊടുക്കണം, ഈശോ വെട്ടിയൊരുക്കുകയാണ്. എന്തിനാ? കൂടുതൽ ഫലം കായ്ക്കാനായി. ഇനി നമ്മൾ ഫലം കായ്ക്കുന്നവരല്ലെങ്കിൽ ഈശോ എന്ത് ചെയ്യും? അതിനെ നീക്കിക്കളയും. അപ്പം നമ്മളിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നമുക്ക് ചെറിയ ചെറിയ സഹനങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ഒക്കെ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ടേബിളിലൊക്കെ മേശയിലൊക്കെ നല്ല കല്ലുകൾ കണ്ടിട്ടുണ്ടല്ലേ? ഈ കല്ലുകൾ എങ്ങനെയാണ് കല്ലുകളാകുന്നത്? ഈ മേശയിൽ വെക്കാൻ മാത്രം പാകത്തിനത് മനോഹരമായി അല്ലേ? ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ആദ്യത്തെ ചിത്രത്തിൽ ചില പാറക്കല്ലുകൾ കാണുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിത്രത്തിലോ നല്ല മേശപ്പുറത്ത് വയ്ക്കാൻ പാകത്തിന് നല്ല മനോഹരമായ കല്ലുകളായി അവ മാറി. എങ്ങനെയാണ് അവ മാറ്റപ്പെട്ടത്? മലയിടുക്കുകളിൽ നിന്ന് ഒഴുകി 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 വെള്ളത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ വെള്ളത്തിൽ കൂടി ഒഴുകി ഒഴുകി അത് അവസാനം എത്തുമ്പോഴേക്കും ആ കരിങ്കല്ലിൻ്റെ കൂർത്ത ഭാഗങ്ങൾ മുഴുവൻ തേഞ്ഞ് തീർന്ന് അവസാനം മനോഹരമായൊരു ഉണ്ടക്കല്ല് അല്ലെങ്കിൽ മേശപ്പുറത്ത് വയ്ക്കാൻ പാകത്തിന് മനോഹരമായൊരു കല്ലായി രൂപപ്പെടുന്നു. മക്കളെ, ഇതുപോലെയാണ് ഈശോ നമ്മുടെ ജീവിതത്തിൽ ചില സഹനങ്ങളും വേദനകളും ഒക്കെ തരുന്നത് നമ്മളെ വെട്ടിയൊരുക്കി ഏറ്റവും നല്ല മനോഹരമായ മുത്തുകളായി കല്ലുകളായി രൂപപ്പെടാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്തിരിച്ചെടിയായ ഈശോയോട് ചേർന്ന് നിൽക്കണം. മുന്തിരിച്ചെടിയായ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ മനോഹരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ഈ ക്ലാസ്സിൽ ഇത്രയും നേരം പഠിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതാണ്, ആരാണ് മുന്തിരിച്ചെടി? നമുക്കറിയാം, ഈശോയാണ് മുന്തിരിച്ചെടി. ഈ മുന്തിരിച്ചെടി നട്ട കൃഷിക്കാരൻ ആരാണ്? എൻ്റെ പിതാവ് എന്ന് ഈശോ പറഞ്ഞു. അതായത് പിതാവായ ദൈവമാണ് കൃഷിക്കാരൻ. ഇനി ഈ മുന്തിരിച്ചെടിയിലെ ശാഖകൾ ആരാണ്? നമ്മൾ ഓരോരുത്തരുമാണ് ഈ മുന്തിരിച്ചെടിയിലെ ശാഖകൾ. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈശോ മുന്തിരിച്ചെടി, പിതാവ് കൃഷിക്കാരൻ, നമ്മൾ ശാഖകൾ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാക്കി എങ്കിൽ ഞാനൊരു കൊച്ചു കഥ നിങ്ങളോട് പറയാം. നിങ്ങളെപ്പോലെ ഒരു മിടുക്കൻ പയ്യനായിരുന്നു അപ്പുക്കുട്ടൻ. അവധിക്കാലം മുഴുവൻ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ അടുത്ത് പപ്പയുടെയും മമ്മിയുടെയും കൂടെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് മമ്മി പറഞ്ഞു, അപ്പുക്കുട്ടാ, പപ്പ ഇതാ ആ കടയിൽ പോയിട്ട്
ഒരു നല്ല റോസച്ചെടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മോൻ പപ്പായുടെ കൂടെ പോയി ആ പൂന്തോട്ടത്തിൽ പോയി ആ റോസച്ചെടി ഒന്ന് നട്ടുവെച്ചേ, അതിനകത്ത് മനോഹരമായ പുഷ്പങ്ങളുണ്ടാകും. അപ്പുക്കുട്ടന് വലിയ സന്തോഷമായി. അവൻ എന്തു ചെയ്തു? അവൻ പപ്പായുടെ കൂടെ ആ പൂന്തോട്ടത്തിൽ ചെന്ന് ആ റോസച്ചെടി നട്ടുവെച്ചു. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വലിയൊരാഗ്രഹം. ഇതിന് വേര് മുളച്ചോ, വേര് ഇത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയോ എന്ന് നോക്കണം. അവൻ ആരും കാണാതെ ഈ റോസച്ചെടി പോയി പതുക്കെ ഒന്ന് പൊക്കി നോക്കി. അവൻ തിരിഞ്ഞു നോക്കി, ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ആരും കണ്ടില്ല. പപ്പയും കണ്ടില്ല, മമ്മിയും കണ്ടില്ല. അവൻ എന്ത് ചെയ്തു? വേഗം അതിനെ കുഴിച്ചു വെച്ചു. പിറ്റത്തെ ദിവസവും പോയി ഇതേ പണി ചെയ്തു. 3-ാമത്തെ ദിവസമായപ്പം എന്തു ചെയ്തു? ഈ ചെടി ഉണങ്ങിപ്പോയി. എങ്ങനെ ഉണങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് ഈ ചെടി ഉണങ്ങിപ്പോയത്? അപ്പുക്കുട്ടൻ ഓരോ ദിവസവും ഈ ചെടി പോയി പറിച്ചെടുത്തു നോക്കി. അപ്പോൾ എന്ത് സംഭവിച്ചു? മണ്ണിൽ നിന്ന് കിട്ടേണ്ട ജീവരസം, അല്ലേ? അത് ശ്രദ്ധിച്ച് കേൾക്കണേ. മണ്ണിൽ നിന്ന് ഈ ചെടി വളരാൻ ആവശ്യമായ ആ ജീവരസം, ഈ വേരുകൾ വഴി അതിൻ്റെ ശാഖകളിലേക്ക് പോകേണ്ട ജീവരസം ഈ ചെടിക്ക് ലഭിച്ചില്ല. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? എന്ത് ലഭിച്ചില്ല? ഈ ചെടി വളരാൻ ആവശ്യമായ ജലവും പോഷകങ്ങളും ഈ വേര് വഴിയാണ് ശാഖയിലേക്ക് പോകുന്നത്. അപ്പോൾ അപ്പുക്കുട്ടനെ പൊക്കി നോക്കിയപ്പോൾ ആ ജീവരസം അത് തടസ്സപ്പെട്ടു. കുഞ്ഞുങ്ങളെ, ഈ ജീവരസമാണ് നമുക്കും വേണ്ടത്. കാരണം ഈശോയോട് ചേർന്ന് നിന്നാൽ നമുക്കും ഈ ജീവരസം കിട്ടും. ആ ജീവരസത്തിൻ്റെ പേരാണ് എന്ത്? ദൈവിക ജീവൻ. ചെടിക്ക് ലഭിക്കുന്ന ജീവരസം പോലെ ഈശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ജീവരസത്തിൻ്റെ പേരാണെന്ത്? ദൈവിക ജീവൻ. ഇതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് ദൈവിക ജീവൻ വേണ്ടേ? നമുക്ക് ദൈവിക ജീവൻ വേണം. എങ്ങനെയാണ് നമുക്ക് ഈ ജീവൻ കിട്ടുന്നത്? കൂദാശകളിലൂടെയാണ് നമുക്ക് ദൈവിക ജീവൻ ലഭിക്കുന്നത്. നിങ്ങൾ കൂദാശകൾ എത്രയുണ്ടെന്ന് പഠിച്ചോ? 7 കൂദാശകളാണ് ഉള്ളത്. ഈ കൂദാശകൾ സ്വീകരിക്കുന്നത് വഴിയാണ് ദൈവിക ജീവൻ നമ്മിലേക്ക് ഒഴുക്കപ്പെടുന്നത്. ഇനി നമ്മൾ ഈ ദൈവിക ജീവൻ ലഭിക്കാൻ, ആർക്കാണ് ഈ ദൈവിക ജീവൻ ലഭിക്കുക? എല്ലാവർക്കും ദൈവിക ജീവൻ ലഭിക്കണം. എങ്ങനെയുള്ളവർക്കാണ് ദൈവിക ജീവൻ ലഭിക്കുക? ഈശോയിൽ വിശ്വസിച്ച് അവിടുത്തെ വചനം പാലിച്ചു ജീവിക്കുന്നവർക്ക്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈശോയിൽ വിശ്വസിക്കണം. 2-ാമത്തെ കാര്യം, അവിടുത്തെ വചനം പാലിച്ചു ജീവിക്കണം. ഈ 2 കാര്യം പറ്റുമോ? ഇക്കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക ജീവൻ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിൽ ഓർത്തിരിക്കണം. ഈ 2 കാര്യങ്ങളും ഏതൊക്കെയാണ്? 1, ഈശോയിൽ വിശ്വസിക്കണം. 2, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിക്കണം. ഇനി ഇങ്ങനെയൊന്നും ജീവിക്കാതെ നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടേതായ വഴിക്ക് ജീവിച്ച് എന്ത് സംഭവിക്കും? നമ്മൾ മുറിച്ച് നീക്കപ്പെടും. അങ്ങനെ ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ഈശോയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നിങ്ങൾക്ക് സങ്കടമാവില്ലേ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ അങ്ങനെ ജീവിക്കരുത്. അങ്ങനെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ജീവിച്ച ഒരു കുഞ്ഞി കരടിയുടെ വീഡിയോ നമുക്ക് കാണാം. അതായത് ഈ വീഡിയോ കണ്ടേ.
കഥാപാത്രങ്ങളുണ്ടല്ലേ. ഒന്ന് ഒരു തള്ളക്കരടി, 2 ഒരു കുഞ്ഞിക്കരടി, 3 ഈ കുഞ്ഞിക്കരടിയെ ആക്രമിക്കാൻ വരുന്ന ഒരു പുലി. എന്ത് സംഭവിച്ചു? ഈ കുഞ്ഞിക്കരടി അമ്മക്കരടിയോട് പറയാതെ അതിൻ്റെ ഇഷ്ടമനുസരിച്ച് അത് ദൂരെ 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 പോയി. ആരാക്രമിക്കാൻ വന്നു? ഒരു പുലി ഇതിനെ ആക്രമിക്കാൻ വന്നു. എന്നിട്ടോ ഈ കുഞ്ഞിക്കരടി ഓടി 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 പല സ്ഥലങ്ങളിലൂടെ ഓടി ഓടിപ്പോയി അവസാനം എവിടെ ചെന്നു? അമ്മക്കരടിയുടെ അടുത്ത് ചെന്നു. അമ്മക്കരടിയുടെ അടുത്ത് ചെന്നപ്പോൾ എന്ത് ചെയ്തു? അമ്മക്കരടി പുലിയെ ഓടിച്ചു. അപ്പം നമ്മൾ ഓർക്കണം, ഈ കുഞ്ഞിക്കരടി ആരാണ് ഇവിടെ? നമ്മൾ കുഞ്ഞുങ്ങളായി നിങ്ങളാ കുഞ്ഞിക്കരടിയുടെ സ്ഥാനത്ത്. അമ്മക്കരടി ആരാണ്? നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പൊന്നു തമ്പുരാൻ, ദൈവം. ആരാണ് ഈ പുലി? സാത്താൻ. അപ്പം നമ്മൾ ഈശോയിൽ നിന്ന് അകന്ന് ഈ കുഞ്ഞിക്കരടി പോയ പോലെ നമ്മുടേതായ ഇഷ്ടം അനുസരിച്ച് പോയാൽ ആര് നമ്മളെ ആക്രമിക്കാൻ വരും? സാത്താൻ ആക്രമിക്കാൻ വരും. അപ്പം നമ്മൾ പല വഴിക്ക് ഓടിയിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ എങ്ങോട്ട് തിരിച്ചു പോകണം? നമ്മൾ ഈശോയിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് മക്കളെ തിരിച്ചു പോയെങ്കിൽ മാത്രമേ സാത്താൻ നമ്മളെ തൊടാതിരിക്കൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈശോയിൽ നിന്ന് അകന്നകന്ന് പോയി എന്ന് വിചാരിക്കുന്ന നമുക്ക് തോന്നുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ഈശോയിലേക്ക് ഓടണം. അതിന് ഈശോയിൽ വിശ്വസിക്കണം. അതിന് ഈശോയുടെ വചനം പാലിച്ച് ജീവിക്കണം. ഇക്കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ മറന്ന് പോകരുത്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ 1-ാം പാഠം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മിച്ച് വെക്കാൻ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ കാര്യം, ഈശോ ആണ് മുന്തിരിച്ചെടി, പിതാവാണ് കൃഷിക്കാരൻ, നമ്മൾ ശാഖകൾ. ഇനി നമ്മൾ ഓർമ്മിക്കേണ്ട വേറൊരു 3 കാര്യങ്ങളും കൂടെയുണ്ട്. ഒന്നാമത്തെയാണ് ഈശോയാണ് ജീവൻ്റെ ഉറവിടം. അപ്പം ജീവൻ്റെ ഉറവിടമായ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. രണ്ടാമത്തെ കാര്യമോ നോക്കിക്കേ, ഈശോയുടെ വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം. മൂന്നാമത്തെ കാര്യമോ, ഈശോയെ സ്നേഹിച്ചും നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടും നമ്മൾ ജീവിക്കണം. ഈ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ 6 കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുകയല്ലേ? നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളല്ലേ? ഈ ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് വേണം നമ്മൾ എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങണം. ഇന്നു മുതൽ നിങ്ങളത് ആരംഭിക്കണം. അപ്പോൾ നമ്മുടെ പാഠം അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കുറച്ച് വർക്കുകളുണ്ട്. ആ വർക്കുകൾ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ സഹായത്തോടെ ചെയ്ത് തീർക്കണം. ഒന്നാമത്തെ കാര്യമാണ്, ഈ ചിത്രം നോക്കിക്കേ, എന്ത് മനോഹരമാണല്ലേ? നടുക്ക് ഒരു ഈശോയുടെ ചിത്രം, അതിൻ്റെ ചുറ്റും കുറച്ച് കുട്ടികൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയുടെ ചിത്രം ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരുടെ പേരുകൾ അതിൻ്റെ ചുറ്റും എഴുതി ഒട്ടിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഈശോയോട് മുന്തിരിച്ചെടിയായ ഈശോയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കാനാ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ അത് ചെയ്യണം. പിന്നെ എല്ലാ പാഠം പഠിക്കുമ്പോഴും ഓരോ വചനം നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് വെക്കണം. ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങളുടെ നോട്ട് ബുക്ക് എടുത്ത് ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം. അത് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പപ്പയോടും മമ്മിയോടും പറഞ്ഞു കേൾപ്പിക്കണം. മറക്കരുത്. ഏതാണത്? ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിൽ ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഈ വചനം ഈ ദിവസം മുഴുവൻ നിങ്ങൾ ഉരുവിടണം. അതുപോലെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. വേറൊരു കാര്യം ആരോടെ പറയണ്ടേ? പപ്പയോടും മമ്മിയോടും ഇന്ന് ഈ വചനം നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ഈ പാഠം പഠിക്കുമ്പോൾ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കണ്ടേ? ചുമ്മാ പാഠം പഠിച്ചു പോയാൽ മതിയോ? ഇല്ല. ഇന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കും, അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. എന്നോട് ഉറക്കെ പറഞ്ഞേ, ഞാൻ എൻ്റെ ഈശോയെ സ്നേഹിക്കും, അവിടുത്തെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. നമ്മുടെ ഈ പാഠപുസ്തകത്തിൽ 4 ചോദ്യോത്തരമാണ് ഉള്ളത്. അതിൻ്റെ ചോദ്യം ഇതാണ്. ആ 4 ഉത്തരവും ചോദ്യവും നിങ്ങൾ വായിച്ചിട്ട്
അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി നോട്ട്ബുക്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. അത് നിങ്ങൾ കാണാതെ പഠിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മുടെ ക്ലാസ് അവസാനിക്കുമ്പോൾ ഇത്രയും നേരം നമ്മളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് നമുക്കൊരു നന്ദി പറയണ്ടേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥന കഴിയുമ്പോൾ മുന്തിരിച്ചെടിയുടെ ഒരു അടിപൊളി പാട്ടുണ്ട് കേട്ടോ, നല്ലൊരു പാട്ടുണ്ട്. അത് നിങ്ങൾ കൈകൊട്ടി പാടണം. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അതിനുശേഷം നമുക്ക് പാട്ട് പാടാം. പ്രാർത്ഥിച്ചാലോ? എല്ലാവരും കൈകൾ കുപ്പി കണ്ണടച്ച് ഒരു നിമിഷം എൻ്റെ ഈശോയെ ആ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചേ. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ ഒത്തിരിയേറെ ആശ്വസിപ്പിക്കുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ആ ഈശോയെ ഹൃദയത്തിലേക്ക് ഒന്ന് ചേർത്ത് വെച്ചേ. കൈകൂപ്പി ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, മുന്തിരിച്ചെടിയായ അങ്ങയോട് ചേർന്ന് നിന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല മക്കളായി ജീവിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ട ഈശോയെ, എപ്പോഴും ഈശോയോട് ചേർന്ന് നിൽക്കാനും പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാനുമുള്ള വലിയ അനുഗ്രഹം എനിക്ക് തരണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ. ഇനി നമുക്കൊരു പാട്ട് പാടാം. എല്ലാവരും കൈയടിച്ച് ഈ പാട്ട് പാടണം. തണ്ടിനോടു ചേർന്നു നിന്നാൽ ശാഖയിൽ ജീവരസമൊഴുകും. തായ് തണ്ടിൽ നിന്നും അകന്നു പോയാൽ ജീവൻ നശിച്ചതു വാടി വീഴും. ഈശോ തൻ വചനങ്ങൾ പാലിച്ചെന്നാൽ ഈശോയോ